ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം എനിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അതിൻ്റെ ബീഫ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ നല്ല എരിവുള്ള 3 ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ബീഫിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏറ്റവും അതിൻ്റെ ബീഫ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത ബീഫ് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. ഈ പൊടിച്ചെടുത്ത ബീഫിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള 7 ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഈ സവോളയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത ബീഫിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ പൊടിച്ചെടുത്ത ബീഫിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതേപോലത്തെ 3 വലിയ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുന്നതിന് കട്ട്ലേറ്റ് ആക്കാന്ന്. നമുക്ക് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി ചേർക്കാം. ഇഞ്ചിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം, കുരുമുളകിൻ്റെ പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കൂടുതൽ ചേർക്കണം. പിള്ളേർക്ക് നമ്മുടെ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ബീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ പൊടിച്ചെടുക്കും. ബീഫിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ബീഫ് വേവിക്കാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല വേവുള്ള ബീഫാണെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1/2 മണിക്കൂർ വേവിച്ചാൽ മതി. ഇതാണ് ബീഫ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ബീഫിൽ ചെറുതായിട്ട് വെള്ളമുണ്ട്. ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ബീഫിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ബീഫ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ബീഫ് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണം ഇഞ്ചിയും എല്ലാവരും കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. എല്ലാവരും ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കാണ്ട് 2 ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ബീഫ് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ ബീഫ് നമ്മൾ പൊടിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് പതുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. സവോളയ്ക്ക് പതുക്കൊന്ന് വഴന്നാൽ മതി. അപ്പോൾ സവോളയ്ക്ക് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളാ പൊടിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ ബീഫിൻ്റെ ടേസ്റ്റ് നോക്കാം. ആ ബീഫിൽ എന്തോരം എരിവുണ്ടെന്ന് അതനുസരിച്ചിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ ചേർത്താൽ മതി. ബീഫിലേക്ക് ഈ സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടി
ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ പിന്നെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏറ്റവും ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചങ്ങനെ പൊട്ടറ്റോ ചേർക്കാം. കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടൊന്ന് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിനകത്തുനിന്ന് പകുതി നമുക്കിപ്പോൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ബാക്കി എടുത്ത് വെച്ചാൽ ഗരം മസാലയും കൂടിയും ചേർക്കുക. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തേക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഒന്നല്ലെങ്കിൽ നമുക്ക് റൗണ്ടിനെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇത് കട്ട്ലേറ്റ് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പൂണിലാണ് ഷേപ്പാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വലിയൊരു ബോളാക്കിയിട്ട് എടുക്കുക. ഈ സ്പൂണിൽ വെച്ചിട്ട് സ്പൂണിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇനി എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതേപോലെ എല്ലാവരും നമുക്ക് ഷേപ്പാക്കി എടുക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും വേണം. അത് പ്ലെയിൻ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് ഏറ്റവും ആദ്യം നമുക്ക് മുട്ടയിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇത് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് വറുത്തെടുക്കുക. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ബ്രെഡ് ക്രംസ് ഈ കട്ട്ലേറ്റിൻ്റെ എല്ലായിടത്തും നന്നായിട്ടാവണം. ഇതെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. നമ്മൾ ഏറ്റവും ആദ്യം ഇട്ടത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ കട്ട്ലേറ്റ് 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക.